നമുക്കിനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. ഇതിനകത്തൊരു മാറിങ്ങയൊക്കെ ഉണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണ്ടേ. ഫ്രണ്ട് പാർട്ട് നമുക്കിനി കട്ട് ചെയ്യാം. ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യേണ്ടേ? ഞാൻ ആദ്യമായി ഇത് മാർക്ക് ചെയ്യുമായിരുന്നു. മാർക്ക് ചെയ്തപ്പോഴത്തേന് ഇത് ശലം കയറിപ്പോയി. ഇത് കണ്ടോ, നമുക്കിവിടെ ആം ഹോൾ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ തുണി തിരിച്ചിട്ടേക്കാം. അതിൻ്റെ മാറിങ്ങ ഈ സൈഡിൽ കാണാനായിട്ട്. വീഡിയോ എല്ലാം എടുത്തതാണ്, പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേന് ശകലം കൂടെ താത്തിറക്കണമായിരുന്നു. ഞാനിത് പ്രിൻസസ് കട്ടാന്നുള്ള കാര്യം ശ്രദ്ധിച്ചില്ല. സാധാ ബ്ലൗസാണെങ്കിൽ ഇവിടുന്ന് കിട്ടിയാനെ, പക്ഷേ പ്രിൻസസ് കട്ടാണെന്ന് വിചാരിക്കാതെ ഇവിടെ വെച്ച് ഷോൾഡറെല്ലാം മാർക്ക് ചെയ്ത് ഇതെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ ഇവിടെ ആം ഹോൾ കെട്ടാൻ പറ്റുന്നില്ല. അതുപോലെ നമുക്ക് ആദ്യം തൊട്ടൊന്ന് നോക്കാം. കാരണം നമ്മൾ ഇനി ചെയ്യേണ്ടത്, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ, ഇതുപോലെ അബദ്ധം പറ്റരുത്. കാര്യം നമ്മൾ തുണി എടുക്കുമ്പോഴത്തേന് നോർമൽ ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് ആം ഹോളിൻ്റെ അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും, നോക്കിയിട്ട് ഈ സൈഡിൽ നമുക്ക് എടുക്കാം. പക്ഷേ പ്രിൻസസ് കട്ട് വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ, 2 ഇഞ്ച് മേലോട്ട് പിന്നെ കയറ്റി നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടെ വന്നപ്പോഴത്തേന് ഞാൻ ആ ശ്രദ്ധിക്കാതെ വന്നുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറ്റിയത്. പക്ഷേ നമ്മൾ അതിൻ്റെ അനുസരിച്ച് എടുക്കുക കേട്ടോ. അത് നമുക്ക് ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ പടി, ഹുക്കിൻ്റെ പടി തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഇനി നമുക്ക് ഷോൾഡർ എത്ര ഇഞ്ചാണ് സ്ലോപ്പ് ബാക്കി കൊടുത്തത്? 1 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തത്. ആ 1 ഇഞ്ച് തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കുക. 1 ഇഞ്ച് നമ്മൾ താഴോട്ട് ഇറക്കി മാർക്ക് ചെയ്യാം. തയ്യൽ തുമ്പും വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണ് വേണ്ടേ? കഴുത്തിൻ്റെ വൈഡ് അത് എത്ര നമ്മൾ ബാക്കി കൊടുത്തത്? 3.25 നമ്മൾ 3 ഇഞ്ച് കൊടുത്തു. തയ്യൽ തുമ്പ് നമ്മൾ വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും. അത് കഴിഞ്ഞ് എന്ത് വേണ്ടേ? ഷോൾഡർ എത്രയാണ് നമ്മൾ ബാക്കിലെടുത്തത്? ഒറിജിനൽ ഷോൾഡർ വന്നത് 15 ഇഞ്ചാണ്. 15-ൻ്റെ പകുതി 7, 1/4 ഇഞ്ച് ഒരു പോയിന്റ് തയ്യൽ തുമ്പ്, അത് 7.25 ഒരു പോയിന്റ് നമ്മളെടുത്ത് അത് തന്നെ മാർക്ക് ചെയ്യുക. എൻ്റെ 7.25 ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറ്റി നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിത് കറക്റ്റായിട്ട് വരയ്ക്കുക. വേണം ഇത്ര മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഷോൾഡറിൻ്റെ സ്ലോപ്പ് നമ്മൾ വരയ്ക്കുക. വെറും സിമ്പിളാണിത്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാകുന്നുള്ള കാര്യമുള്ളൂ. ഈ ഹൈനെക്കിൻ്റെ ഒരു മോഡൽ പഠിച്ചാൽ ഹൈനെക്കിൻ്റെ ബാക്കി എല്ലാ കരുത്തും നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം ഇതൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്കിത് സ്ട്രൈറ്റ് എന്ന് വരയ്ക്കാം. നമുക്ക് പിന്നെ കഴുത്ത് മാർക്ക് ചെയ്യാം, നെക്ക് വരുന്നതല്ലേ. അത് ഇനി നമുക്ക് വേണ്ട എന്താ? ഇനി നമുക്ക് വേണ്ടത് ആം ഹോൾ എത്രയും ഇറക്കുക എന്നുള്ളതാണ്. ആം ഹോൾ സാധാരണ നമ്മൾ ബാക്കിൽ എത്രയാണ് ആം ഹോൾ ഇറക്കുന്നത് അത് തന്നെയല്ലേ ഫ്രണ്ടിൽ ഇറക്കുന്നത്. ആം ഹോളിൻ്റെ ചുറ്റളവല്ല ആം ഹോൾ ഇറക്കുന്നത്, മനസ്സിലായോ? ചെസ്റ്റിൻ്റെ ലൈൻ വരുന്നത് എവിടെയാണ് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ബാക്ക് എത്രയാണോ എടുക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് നമ്മൾ എടുക്കുമല്ലേ. പക്ഷേ ഹൈനെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വ്യത്യാസം വരുത്തണമെന്ന് ഞാൻ പറഞ്ഞേ. ബാക്കിലെടുത്തതിനെക്കാട്ടിലും 3/4 ഇഞ്ച് കുറച്ച് ഫ്രണ്ടിൽ എടുക്കാവുള്ളൂ. ബാക്കിൽ എത്ര നമ്മളെടുത്തേ? 7.25 ഇഞ്ചാണ് ബാക്കിലെടുത്തത്. കണ്ടോ, 7.25 ഇഞ്ചാണ് നമ്മൾ ബാക്കിലെടുത്തേക്കുന്നത്. അതിൽ നിന്ന് 3/4 ഇഞ്ച് കുറച്ചിട്ട് ഫ്രണ്ടിലെടുക്കാവുള്ളൂ. അത് നമ്മൾ എത്ര ഇഞ്ച് എടുക്കണം? 7.25 നിന്ന് 3/4 പോകുമ്പോൾ 7 ഇഞ്ച്. ആ 7 ഇഞ്ച് നമ്മൾ തയ്യത്തും ഉൾപ്പെടെ ഇവിടെ നിന്നാട്ടോ, ഇവിടെ നിന്നല്ലേ, ഇവിടുന്ന് 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളിത് കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കാം. ഓക്കെ, ചെസ്റ്റിൻ്റെ ലൈന് വരച്ചു. ഇനി നമുക്ക് വേണ്ട എന്താ? ഇനി നമുക്ക് വേണ്ടത് ബ്രസ്റ്റിൻ്റെ ലൈനാണ്. നമുക്ക് ഇച്ചിരി മാറ്റിയിടാം. ഇനി വേണ്ടത് ബ്രസ്റ്റിൻ്റെ ലൈൻ. ബ്രസ്റ്റ് പോയിന്റ് എത്ര വരുന്നത് അറിയാമോ? 10 ഇഞ്ചാണ് വരുന്നത് ബ്രസ്റ്റ് പോയിന്റ്. 10.25 ഉണ്ട്. അതിപ്പോൾ ഇത് 4 ഇഞ്ചോളം ഫ്രണ്ടിലോട്ട് കയറി വരുമല്ലോ. അത് കണക്കൂട്ടി ഞാൻ അത്ര എടുക്കാത്തത്. നമുക്ക് ഒറിജിനൽ ബ്രസ്റ്റ് പോയിന്റിനെക്കാട്ടിലും ഒരു 4 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. കാരണം 10.25 ബ്രസ്റ്റ് പോയിന്റ് വരുന്നത്. നമ്മളൊരു 10 ഇഞ്ച് എടുത്തു. നമ്മൾ ഇത് മാർക്ക് ചെയ്യാം. ഇവിടെ ഇപ്പം 4 ഇഞ്ച് വ്യത്യാസം പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം ഷോൾഡറിൻ്റെ ഭാഗത്തോട്ട് കയറിയാണ് ഇത് വരുന്നത്. 4 ഇഞ്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഓക്കെ, 4 ഇഞ്ച് വ്യത്യാസം ഇവിടുന്ന് ഇങ്ങനെ മടങ്ങി വരുന്ന കൂട്ടത്തിൽ ഒരു 4 ഇഞ്ച് വ്യത്യാസം വരും. ഈ ടക്ക് പോയിൻ്റ് ലെങ്ത് ഈ ഷോൾഡർ ഫ്രണ്ടിലോട്ടാണല്ലോ നിൽക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം 4 ഇഞ്ച് അത് നമ്മൾ കണക്ക് കൂട്ടാതെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് കറക്റ്റായിട്ട് തന്നെ ഒരു ശകലം ഒരു പോയിൻ്റെല്ലാം വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരുള്ളൂ. അത് പക്ഷേ കാര്യമായിട്ട് നമുക്ക് എടുത്ത് അറിയാനൊന്നും പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ടക്കിൻ്റെ ഇറക്കമാണ്. ടക്കിൻ്റെ ഇറക്കം എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? നമുക്ക് വണ്ണത്തിൻ്റെ അനുസരിച്ചാണ് ഇത് വരുന്നത്. 35 ചെസ്റ്റ് 36 ഇഞ്ച് ബ്രസ്റ്റാണ്. അന്നേരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഇഞ്ച് 3.25 ഇഞ്ച് നമുക്ക് ടക്കിൻ്റെ ഇറക്കം കൊടുക്കാം. ഇതിപ്പം പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്യും. അന്നേരം നമുക്കൊരു 3.5 ഒരു പോയിന്റ് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് കറക്റ്റായിട്ട് വരയ്ക്കാം. കണ്ടോ, ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേണ്ടത് ചരിഞ്ഞ് വേണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താണ്? ടക്കിൻ്റെ വീതി. ടക്കിൻ്റെ വീതി എന്ന് പറയുമ്പോൾ 4 ഇഞ്ചാണ്. മൊത്തത്തിൽ 8 ഇഞ്ചാണ് വരുന്നത്. 4 ഇഞ്ച്. 4 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് ഒരു പോയിന്റ് തയ്യൽത്തും കൂടെ കൂട്ടുന്നത്. എന്തുകൊണ്ടാണ്? നമുക്കിവിടെ പ്രിൻസസ് കട്ട് വരുന്നത് കൊണ്ട്.
അത് നമ്മൾ വരച്ചു. ഇനി നമ്മൾ ഈ ടക്ക് പോയിന്റ്, ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ വണ്ണം വരുന്നത് 35 35 35 4 8.75. 8.75 എത്ര ഇഞ്ചാണ് കൂട്ടേണ്ടത്? സാധാരണ നമ്മൾ ചെയ്യുമ്പം അരയിഞ്ച് ലൂസ് നോർമലാണെങ്കിൽ അരയിഞ്ച്, ലൈനിങ് ആകുമ്പോൾ 3/4 ഇഞ്ച് കൂട്ടും. പക്ഷേ പ്രിൻസസ് കട്ട് വരുമ്പോൾ എത്ര ഇഞ്ചാണ് കൂട്ടേണ്ടത്? ചെസ്റ്റിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഏത് മെഷർമെൻറ്റ് വന്നാലും ഏത് അളവ് വന്നാലും പ്രിൻസസ് കട്ട് ആണെങ്കിൽ നമ്മൾ എത്ര ഇഞ്ച് കൂട്ടണം? 2.25 ഇഞ്ച് കൂട്ടണം ബോഡി വണ്ണത്തിൻ്റെ കൂടെ, വൺ സൈഡ്. മനസ്സിലായോ? കാരണം നമുക്കിതിൻ്റെ വണ്ണം വരുന്നത് 35 35ൻ്റെ 4 8.75. 8.75 നമ്മൾ 2.25 ഇഞ്ച് കൂട്ടണം. അത് 8.75 4 9 2 11 ഇഞ്ച്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും. ഇനി നമുക്ക് വേണ്ടത് ബ്രസ്റ്റിൻ്റെ വണ്ണം. ബ്രസ്റ്റിൻ്റെ വണ്ണത്തിനകത്ത് എന്തായിരുന്നു പ്രത്യേകത? ഇവിടെ നമ്മൾ ചെസ്റ്റിൻ്റെ വണ്ണം പ്രിൻസസ് കട്ട് ആയതുകൊണ്ടാണ് 2.25 ഇഞ്ച് കൂട്ടിയത്. ആ സ്ഥാനത്ത് പ്രിൻസസ് കട്ടിൻ്റെ ബ്രസ്റ്റിൻ്റെ വണ്ണം എത്ര ഇഞ്ച് കൂട്ടേണ്ടത്? 1.5 ഇഞ്ച്. അത് നമുക്ക് ഇതിൻ്റെ ബ്രസ്റ്റിൻ്റെ വണ്ണം എത്ര? ബ്രസ്റ്റിൻ്റെ വണ്ണം വരുന്നത് 36 ഇഞ്ചാണ് ബ്രസ്റ്റിൻ്റെ വണ്ണം വരുന്നത്. നേരം 36ൻ്റെ 4 9 ഇഞ്ച്. ഓക്കെ, 9ൻ്റെ കൂടെ എത്ര ഇഞ്ച് തന്നെ കൂട്ടണം? 1.5 ഇഞ്ച്. അന്നേരം 10.5. ആ 1.5 ഇവിടെ 2.25 എന്താ കൂട്ടുന്നത്? നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ക്ലാസ് വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ആ ക്ലാസ് റിപ്പീറ്റ് കാണണേ. ഓക്കെ, നമ്മളത് വരച്ചു. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഇറക്കം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ ബാക്കിൽ ഈ സെയിം തന്നെ എടുത്ത് നോക്കുക. കാര്യം കട്ടിങ് ഒന്നും വരുന്നില്ല ഇവിടെ, പ്രിൻസസ് കട്ടല്ലേ. നമുക്ക് കറക്റ്റ് ഈ ഒരു ലെവലിലാണ് വരുന്നത്. അല്ല, ഇത് നമുക്ക് വരുമ്പം ഇതിപ്പം വീതി കുറവാണെങ്കിൽ ഇത്രയാണ് വരുന്നത്. ഇതിപ്പം 1.5 പോയിന്റ് 1.25 ഇഞ്ച് വീതിയേ ഉള്ളൂ. നമുക്കൊരു 1/2 ഇഞ്ചിയുടെ വീതി ഇവിടെ നമുക്ക് കൂട്ടണം. കാര്യം പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് ഇവിടെ വന്നിട്ട് ആ നമ്മുടെ കട്ടിങ്ങിൻ്റെ ബാൻഡ് പോലെ വരുന്ന ഭാഗമായത്. അതായത് ഇവിടെ ശകലം വീതി വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ബ്രസ്റ്റിൻ്റെ ആ ഭാഗത്തെ ആ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതിനടുത്ത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്കത് വീതി വേണം. വീതി കൂട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. കാരണം നമുക്ക് ഈ ടക്കൂടെ നോക്കിയിട്ട് നമുക്ക് വീതി കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ഇത് നമുക്ക് എത്ര ഉണ്ട്? ഇത് 10 ഇഞ്ചുണ്ട്. നമുക്ക് എത്ര ഇഞ്ച് ടക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? ഇത് 10 ഇഞ്ചുണ്ട്. നമുക്ക് ഇടവണ്ണം എത്രയാണ്? 28. 28ൻ്റെ 4 7 ഇഞ്ച്. അങ്ങനെ 10ൽ നിന്ന് 7 പോയി എത്ര ഉണ്ട്? 3 ഇഞ്ചുണ്ട്. അങ്ങനെ 3 ഇഞ്ചാണ് നമ്മൾ സാധാരണ ടക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ പ്രിൻസസ് കട്ടാകുമ്പോൾ വേറൊരു പ്രത്യേകതയുണ്ട്. എന്ത് ചെയ്യണം? നമ്മൾ 3/4 ഇഞ്ച് തയ്യൽ തുമ്പിനൂടെ കുറയ്ക്കണം. അങ്ങനെ 3 ഇഞ്ച് ഉണ്ട്. 3 ഇഞ്ചിനോട് 3/4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് കുറയ്ക്കുമ്പോൾ ബാക്കി 2.25 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 ഇഞ്ച് ഒരു പോയിന്റ് ഇവിടെ മാറുകയും ഇവിടെ 1 ഇഞ്ച് ഒരു പോയിന്റ് വരുമ്പോൾ 2.25 ഇഞ്ച് കണ്ടോ? 2.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്കിത് സ്ട്രൈറ്റ് താഴോട്ട് വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു പോയിന്റ് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കാം. കണ്ടോ? ഇവിടെ നമുക്ക് ഈ പോയിന്റ് വരയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഷേപ്പ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ വന്നു. ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇവിടുത്തെ ഷേപ്പ്, ഇവിടുത്തെ ഈ പടിയുടെ വീതി നമുക്കൊരു 1/2 ഇഞ്ചോടെ കൂട്ടണം. അതെന്ത് ചെയ്യണം? 1/2 ഇഞ്ച് മാറ്റി ഇവിടെ മാർക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ടുള്ള ഷേപ്പ് കണ്ടോ? ഇവിടം തൊട്ടാണ്, ഈ ടക്ക് വരുന്ന ഭാഗം തൊട്ട് വേണം ഷേപ്പ് കൊടുക്കാൻ. ഈ ഒരു ഷേപ്പ് നമുക്ക് ഇവിടെ കിട്ടണം. എന്നിട്ട് ഇവിടെ വരെ വെച്ചിട്ട് ഇവിടെ നമ്മൾ ഷേപ്പ് എടുക്കും. അതൊക്കെ നമ്മൾ മാർഗം ചെയ്ത് കണ്ടതാണ്, സ്റ്റിച്ച് ചെയ്ത് കണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണ്ടേ? പ്രിൻസസ് കട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ നമ്മളെ ആം ഹോൾ ലൈനിൻ്റെ അവിടെ നിന്ന്, ചെസ്റ്റിൻ്റെ ലൈനിൻ്റെ അവിടെ നമ്മൾ 2 ഇഞ്ച് മേലോട്ട് മാർക്ക് വെച്ച് ചെയ്യണം. കണ്ടോ? എന്നിട്ട് നമ്മളിത് കറക്റ്റായിട്ട് ഇത് വരയ്ക്കുക. തയ്യൽ തുമ്പും കൂടെ നമ്മൾ വരയ്ക്കുക. ഇതറിയാമല്ലോ നമ്മൾ ചെയ്ത. ഇനി നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് ഫ്രണ്ട് ആം ഹോളിന് ഷേപ്പ് കൊടുക്കണം. ഇതിപ്പം ഹൈനെക്ക് ആയതുകൊണ്ട് ഞാൻ നോർമലായിട്ട് 1 ഇഞ്ചാണ് കൊടുക്കാറുള്ളത്. അതിനകത്ത് വ്യത്യാസം വരുമെന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഹൈനെക്കിൻ്റെ ക്ലാസ്സിനകത്ത്. ഇത് നമ്മൾ മാറ്റി വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യണം. കണ്ടോ? ഇത് നമ്മൾ വരച്ചു. ഇനി അടുത്ത എന്താണ്? അടുത്ത് നമുക്ക് ഈ പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യണം ഇവിടെ. എന്നിട്ട് ഈ ഷേപ്പ് അങ്ങോട്ട് കൊണ്ടുപോകണം. കണ്ടോ? ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഇവിടെ നമ്മൾ സ്ട്രൈറ്റ് വരയ്ക്കുക. കണ്ടോ? എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ബാക്കി ആം ഹോളിൻ്റെ ഷേപ്പ് കൊടുക്കേണ്ടത്. കണ്ടോ? ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താണ്? ഇവിടുത്തെ ടക്ക് നമുക്ക് ഇവിടെ നമ്മൾ തയ്യൽ തുമ്പൊക്കെ വരുന്നതുകൊണ്ട് നമുക്കൊരു 1.25 1.5 ഇഞ്ചൊക്കെ കൊടുക്കാം. എന്നിട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ തയ്യൽ തുമ്പ് കൂടെ വരുന്നുണ്ടല്ലോ. എന്നിട്ട് നമ്മളിവിടെ സാധാരണ കൂട്ട് 1/2 ഇഞ്ച് ടക്ക് കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ ഇനി കഴുത്തിൻ്റെ ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് കഴുത്തിൻ്റെ വേണ്ടേ? കഴുത്ത് നമുക്കൊരു ഇതൊരു 7 ഇഞ്ച് കഴുത്തിറക്കം വേണം. 7 ഇഞ്ച് ആകുമ്പോൾ നമുക്ക് 6.25 ഇഞ്ച് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞായിരുന്നല്ലോ 4 ഇഞ്ചൊക്കെ കുറച്ച് കൊടുക്കണം. 6.5 ഇഞ്ച് നമുക്ക് കൊടുത്താൽ മതി.
നമ്മളിതിനെ കറക്റ്റായിട്ട് വരയ്ക്കാം. ഇനി നമുക്ക് ഈ ലൈൻ നമുക്ക് സ്ട്രൈറ്റ് ആദ്യം വരയ്ക്കാം. അത് കഴിഞ്ഞ് ശാല ഷേപ്പ് വേണ്ടവർക്ക് ഷേപ്പ് കൊടുക്കാം. ഇവിടെ നമുക്ക് ഏത് മോഡൽ കഴുത്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. റൗണ്ട് ഞാനിത് പഠിപ്പിക്കുന്നതിൻ്റെ ഇതിനനുസരിച്ച് റൗണ്ട് കൊടുക്കുന്നേ ഉള്ളൂ. സ്ക്വയറോ മറ്റേ പാനക്കോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അത് നമ്മൾ കൊടുത്തു. ഇവിടെ നമുക്കൊരു ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമുക്കൊരു 2.25 ഇഞ്ച് താഴെ ഒരു മാർക്ക് ചെയ്യാം. എന്തിനാണ് ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്യുന്നത്? നമുക്ക് കോളർ പിടിപ്പിക്കാനുള്ളതാണ്. ഒരു 2.25 ഇഞ്ച്. 2.25 ഇവിടെ നമുക്ക് ബാക്കിലൂടെ കയറി വരുമ്പോഴത്തേന് ഇച്ചിരി ഇറങ്ങി നിൽക്കും. ഒത്തിരി അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഹാഫ് നെക്ക് എന്ന് പറയുമ്പോൾ കണ്ടിട്ടില്ലേ കറക്റ്റ് ഇതായിട്ട് നിൽക്കണം. ഒത്തിരി അങ്ങ് താഴെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പോയി വൃത്തികേടായിപ്പോയി. ഇനി ഇവിടുന്ന് വേണം നമുക്ക് അടുത്ത് ഫ്രണ്ട് എടുത്ത് ഷേപ്പ് ചെയ്യാൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ കാര്യം. ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള കാര്യമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് കോളർ വെട്ടുന്നത് നെക്ക് വെട്ടുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വെട്ടാം. അതായിരിക്കും ഒന്നുകൂടെ സൗകര്യം. കാര്യം അന്നേരം നമുക്ക് കറക്റ്റ് ആ പോയിന്റ് നോക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇച്ചിരി കോളർ ചെറുതോ വലുതായി കഴിഞ്ഞാൽ പിന്നെ അത് വൃത്തികേടായിരിക്കും. അത് നമുക്കത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഷോൾഡറൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കോളർ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് വെട്ടാം. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ഫ്രണ്ടിലൂടെ കട്ട് ചെയ്തെങ്കിൽ എടുക്കാം. ഫ്രണ്ടിൻ്റെ ബാക്കി മാറുകയെല്ലാം കഴിഞ്ഞു. ഓക്കെ, ഈ ഇവിടുത്തെ ഈ ചരിച്ച വരെയൊന്നും മറന്നു പോകരുത് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ വരെ വന്നിട്ട് ഇവിടുന്ന് ഷേപ്പ് കൊടുക്കണം കേട്ടോ. ഇവിടെ നമുക്ക് കോളർ വരുന്ന ഭാഗം നമുക്ക് അറിയാൻ വേണ്ടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മളെടുത്തു. ഇവിടെ നമ്മൾ സ്ട്രൈറ്റ് ഇങ്ങനെ വരച്ചെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ ആ എടുക്കുമ്പോൾ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ പോകണം, ഒഴുകി ഇങ്ങനെ പോകണം. മറ്റേ അതിവിടെ പോയിന്റ് വരെ കൊണ്ട് നിർത്തി അങ്ങനെ കട്ട് ചെയ്തെടുത്തില്ല. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടണം. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കത് ഇവിടെ നിന്ന് കട്ട് ചെയ്തേക്കാം. ഇവിടെ നമുക്ക് ആ ഷേപ്പ് എടുക്കണം. ഞാൻ ചോക്ക് കൊണ്ട് വരച്ചിട്ടില്ല. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എടുത്താലും മതി. ബ്രസ്റ്റിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടണം. ഞാൻ പറഞ്ഞതാണ്, നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ആയാലും മതി. അതിനുകൊണ്ട് ചോക്ക് കൊണ്ട് വരയ്ക്കണമെങ്കിലും വരയ്ക്കാം. ഓക്കെ, അതിൽ നമ്മൾ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് സ്ലീവ് ആണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവിൻ്റെ കട്ടിങ് അറിയാമല്ലോ, നമ്മൾ ഒരുപാട് തവണ കണ്ട. എന്നാലും ഒന്നുകൂടെ ജസ്റ്റ് നോക്കാം.